ഹായ് ഫ്രണ്ട്സ്, ക്യാൻഡിൽ സ്റ്റിക്സ് ചാറ്റിനെ പറ്റി പഠിക്കുന്ന സീരീസിലെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു ബേസിക് ക്യാൻഡിൽ എന്താണെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒരു ക്യാൻഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡിൻ്റെ സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേണിൽ നമ്മൾ ആദ്യം വരുന്നത് മർബോസു ആണ്. ഈ പേരുകളെല്ലാം ജപ്പാനിൽ നിന്നാണ് വരുന്നത്, കാരണം ക്യാൻഡിൽ സ്റ്റിക്സ് ഫസ്റ്റ് യൂസ് ചെയ്തത് അവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ പാറ്റേണിലും ഒരു ജപ്പാനീസ് നെയിമുകളാണ് വരുന്നത്. അപ്പം മർബോസോ ക്യാൻഡിലും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാൻഡിലും തമ്മിലൊരു വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു ക്യാൻഡിലിന് ഒരു ബോഡി പാർട്ടും ഉണ്ടാവും, ഒരു വിക്ക് പാർട്ടും ഉണ്ടാവും അല്ലേ. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ബോഡി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓപ്പൺ ചെയ്ത പ്രൈസും ക്ലോസ് ചെയ്ത പ്രൈസും മാത്രമാണ് ഒരു മർബോസോ ക്യാൻഡിൽ ഉണ്ടാവുക. അതിനെ ഒരു ബോഡി പാർട്ടായിട്ട് മാത്രമേ നമുക്ക് മർബോസോ ക്യാൻഡിൽ ഫോം ചെയ്യുള്ളൂ. ഒരു ക്യാൻഡിൽ ഫോം ചെയ്തതെന്ന് പറയുന്നത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഫൈറ്റിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഇതിനകത്ത് റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മർബോസോ ക്യാൻഡിൽ നമ്മൾ ഇതിനൊക്കെ ഫോം ചെയ്യുമ്പോൾ ബയേഴ്സോ സെല്ലേഴ്സോ എക്സ്ട്രീംലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നതാണ് കാണിച്ചു തരുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള മർബോസോ ക്യാൻഡിലുകളുണ്ട്. ഒന്ന് ബുള്ളിഷ് മർബോസും മറ്റൊന്ന് ബെയറിഷ് മർബോസും. ബുള്ളിഷ് മർബോസിൽ കാണിച്ചു തരുന്നത് ബയേഴ്സ് ശക്തമായി നിൽക്കുന്നു എന്നതാണ് നമുക്ക് ബുള്ളിഷ് മർബോസിൽ കാണിച്ചു തരുന്നത്. അതൊരു ഗ്രീൻ കളറിലാണ് ഫോം ചെയ്യുന്നത്. ബെയറിഷ് മർബോസ് എന്ന് പറയുന്നത് സെല്ലേഴ്സ് ആക്റ്റീവായി നിൽക്കുന്നു എന്നതാണ്. അതൊരു റെഡ് കളറിലാണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ബുള്ളിഷ് മർബോസിൻ്റെയും ബെയറിഷ് മർബോസിൻ്റെയും ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കും, പ്രൈസ് കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഫെയർ പ്രൈസ്, അല്ലെങ്കിൽ ഈ പ്രൈസിൽ വാങ്ങിയാൽ കൊള്ളാമെന്ന് കുറേ അധികം ബയേഴ്സ് ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് എത്തുമ്പോൾ ഇതൊരു അഫോർഡബിൾ പ്രൈസാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക, കുറേ അധികം ബയേഴ്സ് ഈ ഒരു ടൈമിൽ ഈ ഒരു സ്റ്റോക്കിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഇത് കണക്കൊരു ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ ഫോം ചെയ്യും. സെല്ലേഴ്സിനേക്കാൾ കൂടുതലും ബയേഴ്സാണ് ആ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് എന്നതാണ് നമുക്ക് കാണുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റിമെൻറ്റ് നമുക്ക് എന്താണ് റീഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ഇനിയും ഒരുപാട് മുന്നിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഒരു ബുള്ളിഷ് മർബോസ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് കണക്ക് തന്നെയാണ് മാർക്കറ്റിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രൈസ് മുന്നിലേക്ക് പോകുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാൻഡിലിൽ മാത്രമല്ല മറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും കാര്യങ്ങളും ഒക്കെ ഫാക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ട്രേഡിൽ എൻട്രി എക്സിറ്റും ഒക്കെ പ്ലാൻ ചെയ്യാൻ. നെക്സ്റ്റ് ബെയറിഷ് മർബോസുമാണ്. ബെയറിഷ് മർബോസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു എൻട്രി എടുത്തിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഈ ഒരു പാർട്ടിൽ എവിടെയെങ്കിലും നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൈസ് കുറേ ദിവസങ്ങളായിട്ട് മുകളിലേക്ക് പോയി അത്യാവശ്യം നമുക്കൊരു പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബെയറിഷ് മർബോസു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ അടുത്ത ദിവസം പ്രൈസ് ഈ ഒരു ബെയറിഷ് മർബോസുവിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് താഴെയായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. കാരണം ഒരു ട്രെൻഡ് റിവേഴ്സലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബുള്ളിഷ് മർബോസും ബെയറിഷ് മർബോസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു സെഗ്മെൻറ്റിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് പേപ്പർ അംബ്രല്ലയാണ്. പേപ്പർ അംബ്രല്ലയിൽ രണ്ട് ടൈപ്പ് ക്യാൻഡിലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഹാമർ ക്യാൻഡിലും മറ്റൊന്ന് ഹാങ്ങിങ് മാൻ പാറ്റേണും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസിക് ക്യാൻഡിലിനകത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഗ്രീൻ കളർ വന്നാൽ ബുള്ളിഷും റെഡ് കളർ വന്നാൽ ബെയറിഷും എന്നുള്ളതാണ് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു പേപ്പർ അംബ്രല്ലയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഹാമറുകളെല്ലാം ബുള്ളിഷ് സിഗ്നലാണ് കാണിച്ചു തരുന്നത്. അതിനകത്ത് കളറ് പ്രശ്നമല്ല. റെഡ് വന്നാലും ഗ്രീൻ വന്നാലും ഹാമർ പാറ്റേൺ എല്ലാം ബുള്ളിഷാണ്. ഹാങ്ങിങ് മാൻ എല്ലാം ബെയറിഷാണ്. ഇത് രണ്ടും സെയിം ക്യാൻഡിൽ തന്നെയാണ്, കാണാൻ വളരെയധികം സിമിലർ എന്നല്ല സെയിം തന്നെയാണ്. ഇത് എവിടെ വരുന്നു എന്നതനുസരിച്ചാണ് നമുക്കിതിനെ ഹാമർ എന്നും ഹാങ്ങിങ് മാൻ എന്നും വിളിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഹാമർ പാറ്റേണോ അല്ലെങ്കിൽ ഹാങ്ങിങ് മാൻ പാറ്റേണിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി പാർട്ട് ചെറുതായിരിക്കും. അതായത് ഓപ്പൺ ചെയ്ത പ്രൈസും ക്ലോസ് ചെയ്ത പ്രൈസും വളരെ അടുത്ത് തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ വിക്ക് കുറച്ച് വലുതായിരിക്കും. ബോഡി പാർട്ടിനെങ്കിൽ ഒരു 2 ടൈംസ് കൂടുതലായിരിക്കും ഇതിൻ്റെ ഒരു വിക്ക് വരുന്നത്. എത്ര വലിയ വിക്ക് വരുന്നോ അത്രയും നല്ല ഒരു ബുള്ളിഷ് ഹാമറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഹാങ്ങിങ് മാനിലേക്ക് വരുമ്പോഴും സെയിം തന്നെയാണ്. പ്രൈസ് ബോഡി പാർട്ട് വളരെ ചെറുതാണ്, വിക്ക് വളരെ വലുതായിരിക്കും. എത്ര വലിയ വിക്ക് വരുന്നോ അത്രയും നല്ലൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ് കാണാനും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ ഒരു ക്യാൻഡിൽ എവിടെ വരുമ്പോഴാണ് ഇതൊരു ഹാമർ ആവുന്നത് എന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ പോയി നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരു ഹാമറിൻ്റെ ചാർട്ട് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചാർട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ചാർട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു,
ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയപ്പോൾ ഇതിനൊരു പേപ്പർ അംബ്രല്ല ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനെ നമുക്ക് ഹാമർ എന്ന് വിളിക്കാം. കാര്യം ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം ഫോം ചെയ്യുന്ന ഒരു പേപ്പർ അംബ്രല്ലയെ നമ്മൾ ഹാമർ എന്ന് വിളിക്കും. അതിനുശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിലും കൂടെ ഫോം ചെയ്യുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സലായി എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഒരു പേപ്പർ അംബ്രല്ലയെ നമ്മൾ ഹാമർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമായിരിക്കണം ഒരു ഹാമർ പാറ്റേൺ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹാമർ പാറ്റേൺ നമ്മൾ ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമാണെന്ന് കണ്ടെത്തുക? ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം വരെ വന്നിട്ട് അടുത്ത ദിവസം ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമാണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒരു ട്രെൻഡ് റിവേഴ്സലായി എന്ന് നമുക്കൊരു കൺഫർമേഷനാണ് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി തരുന്നതാണ്. മറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സഹായത്തോടുകൂടി വേണം നമ്മൾ എപ്പോഴും ചെയ്യാം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി ഹാങ്ങിങ് മാൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഹാങ്ങിങ് മാൻ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം വരുന്നത് ഹാമർ പാറ്റേൺ ആണ് അല്ലേ. ഇത് ഹാങ്ങിങ് മാൻ വരുന്നത് എങ്ങനെയാണ്? ഒരു അപ്പ് ട്രെൻഡിൻ്റെ അവസാനം വരുന്നതാണ് ഹാങ്ങിങ് മാൻ. ഇതിനൊരു പ്രൈസ് കുറേ ദിവസങ്ങളായിട്ട് അപ്പ് ട്രെൻഡിലായിരുന്നു. ഇതിനൊരു പേപ്പർ അംബ്രല്ല ഇവിടെ ഫോം ചെയ്തു. അതിനെ നമുക്ക് ഹാങ്ങിങ് മാൻ എന്ന് വിളിക്കാം. ഒരു ഹാങ്ങിങ് മാൻ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു അപ്പ് ട്രെൻഡിൻ്റെ അവസാനമായിരിക്കണം അത് ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് അപ്പ് ട്രെൻഡിൻ്റെ അവസാനമാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അടുത്ത ദിവസം ഫോം ചെയ്യുന്ന ക്യാൻഡിൽ ഒരു ബെയറിഷ് ക്യാൻഡിലായിരിക്കണം. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇനി ഈ ട്രെൻഡ് റിവേഴ്സലാണ്, ഇനി മാർക്കറ്റ് താഴേക്ക് പോകാനാണ് സാധ്യത കൂടുതലെന്ന്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ ഈ ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ നമ്മൾ സഹായിക്കും. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകണ്ട. അപ്പ് ട്രെൻഡിൻ്റെ അവസാനം ഒരാൾ തൂങ്ങിക്കിടക്കുന്നതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഹാങ്ങിങ് മാൻ എന്നും, ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം ഫോം ചെയ്യുന്നതിനെ ഒരു ഹാമർ ആണെന്നും അല്ലെങ്കിൽ ഒരു ചുറ്റിലാണെന്നും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് തന്നെ നമുക്ക് ഇൻവേർട്ടഡ് ഫോമിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതെല്ലാം ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് തോന്നുമെങ്കിലും ഒരു തവണയും കൂടെ ഇത് കേട്ട് നോക്കിയിട്ട് ഈ ഒരു PDF റീഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻവേർട്ടഡ് ഹാമറും ഉണ്ട്, ഷൂട്ടിംഗ് സ്റ്റാറും ഉണ്ട്. ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം ഫോം ചെയ്യുന്നതിനെയാണ് ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹാമറിൻ്റെ അതേ കാര്യം തന്നെയാണ്. ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം ഹാമർ ഫോം ചെയ്താലും ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇൻവേർട്ടഡ് ഹാമർ ഫോം ചെയ്താലും ട്രെൻഡ് റിവേഴ്സലായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഹാമർ പറഞ്ഞ് അതേ കൺഫർമേഷൻ തന്നെ നമുക്ക് ഇവിടെ ആവശ്യമാണ്. അടുത്ത ദിവസം ഫോം ചെയ്യുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കണം. എന്താണ് ഷൂട്ടിംഗ് സ്റ്റാർ? ഒരു അപ്പ് ട്രെൻഡിൻ്റെ അവസാനമാണ് നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാറിനെ കാണാൻ സാധിക്കുന്നത്. ഇതിനെ നമുക്ക് ഇൻവേർട്ടഡ് ഹാങ്ങിങ് മാൻ പോലെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഹാങ്ങിങ് മാൻ ക്യാൻഡിലിൻ്റെ വാലിഡേഷൻ പോലെ തന്നെയാണ്. ഒരു അപ്പ് ട്രെൻഡ് ആയിരിക്കണം, അത് അപ്പ് ട്രെൻഡിൻ്റെ അവസാനമായിരിക്കണം ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണ് കൺഫേം ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം ഫോം ചെയ്യുന്ന ഒരു ബെയറിഷ് ക്യാൻഡിലായിരിക്കണം. അപ്പോൾ ട്രെൻഡ് റിവേഴ്സലായി എന്ന് നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 4 ക്യാൻഡിലിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ PDF എടുത്ത് നോക്കാൻ സമയത്ത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഹാമർ പാറ്റേൺ എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമാണ് ഫോം ചെയ്യുന്നത്. അതേപോലെ ഇൻവേർട്ടഡ് ഹാമറും ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമാണ് ഫോം ചെയ്യുന്നത്. ഇത് രണ്ടും ബുള്ളി സെൻറ്റിമെൻറ്റിനെയാണ് കാണിച്ചു തരുന്നത്. ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത് ഒരു അപ്പ് ട്രെൻഡിൻ്റെ അവസാനമാണ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാറും ഒരു അപ്പ് ട്രെൻഡിൻ്റെ അവസാനമാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാങ്ങിങ് മാനും ഷൂട്ടിംഗ് സ്റ്റാറും കാണിച്ചു തരുന്ന ബെയറിഷ് സെൻറ്റിമെൻറ്റിനെയാണ്. ഇതിനകത്ത് കളറ് പ്രശ്നമല്ല. ഗ്രീൻ വന്നാലും റെഡ് വന്നാലും അത് എവിടെ വരുന്നോ അതിനനുസരിച്ചാണ് ഇത് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ നമ്മൾ കൺഫേം ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ക്യാൻഡിലാണ് സ്പിന്നിങ് ടോപ്പ്. സ്പിന്നിങ് ടോപ്പിനെ നമ്മൾ മാർക്കറ്റിൽ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇൻഡിസിഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഫൈറ്റിനെയാണ് കാണിച്ചു തരുന്നത്. പക്ഷെ നമ്മൾ സ്പിന്നിങ് ടോപ്പിലേക്ക് വരുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മേളിലേക്ക് പോകുന്ന സമയത്ത് സെല്ലേഴ്സ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, മാർക്കറ്റ് താഴോട്ട് പോകാൻ ബയേഴ്സ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബയേഴ്സും സെല്ലേഴ്സും വളരെയധികം ശക്തമായി നിൽക്കുന്നു എന്നതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്ത പ്രൈസിന് അടുത്ത് തന്നെയായിരിക്കും ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 10 രൂപയ്ക്ക് ഓപ്പൺ ചെയ്തൊരു പ്രൈസ് 12 രൂപയ്ക്കോ അല്ലെങ്കിൽ 13 രൂപയ്ക്കോ ഒക്കെ ആയിരിക്കും അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ഇതിനൊരു അപ്പ് ട്രെൻഡിൻ്റെ അവസാനമാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ ബെയറിഷ് സ്പിന്നിങ് ടോപ്പ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ബെയറിഷ് സ്പിന്നിങ് ടോപ്പ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഫോം ചെയ്യുന്ന ഇതിനൊരു ബെയറിഷ് ക്യാൻഡിൽ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ആയതുകൊണ്ട് ട്രെൻഡ് റിവേഴ്സലാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് പകരം ഒരു ഗ്രീൻ കളറാണ് ക്യാൻഡിൽ ഫോം ചെയ്തിരുന്നെങ്കിൽ ട്രെൻഡ് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോയേനെ എന്നതാണ് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ബയേഴ്സും സെല്ലേഴ്സും എക്സ്ട്രീംലി ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ബയേഴ്സ് മേളിലേക്ക്
കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സെല്ലേഴ്സ് താഴേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു ക്യാൻഡിൽ ഏതാണോ ഫോം ചെയ്യുന്നത്, അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് വിജയിച്ചതെന്ന്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ റെഡ് കളർ ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ സെല്ലേഴ്സാണ് ആ ഒരു ഫൈറ്റിൽ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഇപ്പോൾ ഈ ഒരു സ്പിന്നിങ് ടോപ്പിന് ശേഷം ഫോം ചെയ്യുന്ന ഒരു ഗ്രീൻ കളർ ക്യാൻഡിലായിരുന്നെങ്കിൽ അവിടെ നമുക്ക് ബയേഴ്സാണ് വിജയിച്ചതെന്ന് പറയാൻ സാധിച്ചാൽ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകും എന്നാണ് നമുക്ക് ഒരു സ്പിന്നിങ് ടോപ്പ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതാണ് ബെയറിഷ് സ്പിന്നിങ് ടോപ്പ്. ഇനി നമുക്ക് ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് എന്താണെന്ന് നോക്കാം. ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം ഫോം ചെയ്യുന്ന സ്പിന്നിങ് ടോപ്പിനെയാണ് നമ്മൾ ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുന്നത്. ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം ഫോം ചെയ്യുന്ന ഒരു ഗ്രീൻ കളർ ക്യാൻഡിലായിരിക്കണം. അപ്പോൾ ബുൾസ് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ബൈയിങ് പ്രഷർ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു സ്പിന്നിങ് ടോപ്പ് ഫോം ചെയ്തിട്ട് അടുത്ത ദിവസം ഫോം ചെയ്യുന്നത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ് എന്നുണ്ടെങ്കിൽ, റെഡ് കളർ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനിയും താഴോട്ട് പോകും എന്നതാണ് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ഒരിക്കലും ഒരു സ്പിന്നിങ് ടോപ്പ് വന്നതുകൊണ്ട് റിവേഴ്സലാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് ആണെങ്കിലും ബെയറിഷ് സ്പിന്നിങ് ടോപ്പ് ആണെങ്കിലും അടുത്ത ദിവസം ഫോം ചെയ്യുന്ന ക്യാൻഡിലിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇത് റിവേഴ്സലാണോ അതോ കണ്ടിന്യൂവേഷൻ ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ വളരെയധികം ശ്രദ്ധിച്ച് നിൽക്കണം എന്നതാണ് ഇൻഡിക്കേഷൻ തരുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്ത വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേരാണ് ഡോഞ്ചി. ഡോഞ്ചീസ് നമ്മൾ ഒരു ചാർട്ടിൽ വരികയാണെങ്കിൽ എക്സ്ട്രീംലി നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പലപ്പോഴായിട്ട് ഒരു എക്സ്പേർട്ട് ട്രേഡേഴ്സ് എല്ലാം പറഞ്ഞു തരുന്നത്. ഡോഞ്ചീസ് പല ടൈപ്പിലാണ് വരുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഇത്രയും ടൈപ്പ് ഡോഞ്ചീസാണ് കോമൺലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡോഞ്ചി സ്റ്റാർ, ലോങ് ലെഗ്ഡ് ഡോഞ്ചീസ്, അതേപോലെ തന്നെ റിഷാമാൻ ഡോഞ്ചീസ്, ഗ്രേവ് സ്റ്റോൺ ഡോഞ്ചീസ്, അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്ലൈ ഡോഞ്ചീസ്, പിന്നെ ഫോർ പ്രൈസ് ഡോഞ്ചീസ്. ഇതെന്ന് പറയുന്നത് നമ്മൾ പെനി സ്റ്റോക്സിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അവിടെ ഇതേപോലെ ഒരു ലൈൻ ചാർട്ടായിരിക്കും, ഒരു ലൈൻ പോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അവിടെ ട്രേഡ് ഒന്നും നടന്നിട്ടില്ല എന്നതാണ് ഈ ഒരു ഡോഞ്ചി നമുക്ക് പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ള ഡോഞ്ചീസ് എന്താണ് കാണിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പിന്നിങ് ടോപ്പിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. എക്സ്ട്രീംലി ഒരു ഇൻഡിസിഷനാണ്. ബയേഴ്സ് മേളിലേക്ക് കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ടാവും, സെല്ലേഴ്സ് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവും. നമ്മൾ സ്പിന്നിങ് ടോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്ത പ്രൈസിന് വളരെ അടുത്ത് തന്നെ ആയിരിക്കും അത് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡോഞ്ചിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത പ്രൈസിൽ തന്നെയായിരിക്കും മിക്കവാറും ഒരു ഡോഞ്ചി ക്ലോസ് ചെയ്യുന്നത്. ചെറിയ വ്യത്യാസമൊക്കെ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ ഡോഞ്ചി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഡോഞ്ചീസിൻ്റെ 1-2 എക്സാമ്പിൾ നോക്കിയിട്ട് പോകാവുന്നതാണ്. ഒരു ഡോഞ്ചി നമ്മൾ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയപ്പോൾ ഇതൊരു ഡ്രാഗൺ ഫ്ലൈ ഡോഞ്ചി ഫോം ചെയ്തു. ഡ്രാഗൺ ഫ്ലൈ ഡോഞ്ചി ഫോം ചെയ്തത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് ഈ ഒരു ക്യാൻഡിൽ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? മാർക്കറ്റ് താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സെല്ലേഴ്സ് ശ്രമിച്ചു. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയപ്പോൾ ബയേഴ്സ് പറയുകയാണ് ഈ ഒരു പ്രൈസ് നമുക്ക് അഫോർഡബിൾ ആണ്, അതുകൊണ്ട് തന്നെ കുറേയധികം ബയേഴ്സ് ഈ ഒരു ക്യാൻഡിലിൽ ഫോം ചെയ്തു. അപ്പോൾ സെല്ലേഴ്സ് താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു, എന്നാൽ ബയേഴ്സ് അതിനെ അനുവദിക്കാതെ വരുമ്പോൾ ആണ് ഇതിനൊരു ഡ്രാഗൺ ഫ്ലൈ ഡോഞ്ചി ഫോം ചെയ്യുന്നത്. അടുത്തൊരു ക്യാൻഡിൽ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ആരാണ് ആ ഒരു ഫൈറ്റിൽ വിജയിച്ചതെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ബുള്ളിഷ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബെയർ സെൻറ്റിമെൻറ്റ് അവസാനിച്ചു, ഇനി അടുത്തത് ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ആണ് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങനെ അല്ലാതെയും വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തൊരു ചാർട്ട് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു ഡോഞ്ചി ക്യാൻഡിലാണ്. ഇതൊരു അപ് ട്രെൻഡിലായിരുന്നു. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോൾ സെല്ലേഴ്സും ബയേഴ്സും തമ്മിൽ എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇനി പ്രൈസ് എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാൻ വയ്യാതെ ഒരു സ്റ്റാർ ഡോഞ്ചി അവിടെ ഫോം ചെയ്തു. ഒരു ദിവസം ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഇതിനൊരു സ്റ്റാർ ഡോഞ്ചി ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആരാണ് വിജയിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസത്തെ ഒരു ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത ദിവസം ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രൈസ് വീണ്ടും അപ് ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഡോഞ്ചി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻഡിസിഷനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡിൽ വളരെയധികം കെയർഫുള്ളായിട്ട് ആക്ട് ചെയ്യണം എന്നതാണ് നമുക്ക് ഒരു ഡോഞ്ചി കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയാണ് വളരെയധികം യൂസ്ഫുള്ളായിട്ട് നിങ്ങൾ ട്രേഡിൽ യൂസ് ചെയ്യുന്ന സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ്. അപ്പോൾ ഇത്രയും ക്യാൻഡിലുകൾ നിങ്ങൾ ചാർട്ടിൽ പോയിട്ട് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ലൈവ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തന്നിട്ട് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ചാർട്ടിലേക്ക് പോയിട്ട് ക്യാൻഡിലുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ്. ഇവിടെ നമുക്ക് ചാർട്ട് ഒരു അപ് ട്രെൻഡിലായിരുന്നു മൂവ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്.
അവിടുന്ന് നമുക്കൊരു മർബോസോ ക്യാൻഡിൽ, ബെയറിഷ് മർബോസോ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ട്രെൻഡ് റിവേഴ്സലായതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് ബെയറിഷ് മർബോസോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കൊരു ഡോഞ്ചി കാണാൻ സാധിക്കും. മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 ദിവസം ഇവിടെയും നമുക്കൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു. അതിനുശേഷം ഒരു സ്റ്റാർ ഡോഞ്ചി ഫോം ചെയ്തു. അടുത്ത ദിവസം ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് മേളിലേക്കാണ് പോയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കാൻ നേരത്ത് നമുക്ക് മാർക്കറ്റ് അപ് ട്രെൻഡിലായിരുന്നു. ഇവിടെ നമുക്ക് 2 ടൈപ്പ് ഡോഞ്ചീസാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 2 ഡോഞ്ചി ഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ അവിടെ ബിഗായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നാണ്. 2 ദിവസം ഇൻഡിസിഷൻ ആയിരുന്നു. മാർക്കറ്റ് മേളിലേക്കും പോയില്ല, താഴേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഫോം ചെയ്തത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് കൺഫേം ആണ് അതിൻ്റെ മാർക്കറ്റ് താഴേട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കൊരു ഡോഞ്ചി ഫോം ചെയ്തായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം റിവേഴ്സലും കാണാൻ സാധിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അപ് ട്രെൻഡിലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്തിട്ടുണ്ട്. ഒരു അടുത്ത ദിവസം ക്യാൻഡിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. ഒരു ബേസ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് വീണതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. ഇവിടെ നമുക്കൊരു ഹാമർ പാറ്റേൺ കാണാൻ സാധിക്കും. ഇതാണ് ഹാമർ പാറ്റേൺ. അതിൻ്റെ ബോഡി പാർട്ട് വളരെ ചെറുതാണ്, വിക്ക് വളരെ വലുതാണ്. അതിനുശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിലൂടെ ഫോം ചെയ്തപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമാണ് ഒരു ഹാമർ പാറ്റേൺ ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് മേളിലേക്ക് പോയതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ റിവേഴ്സൽ വന്ന സമയത്ത് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബെയർ സെൻറ്റിമെൻ്റിലായിട്ട് ഒരു ഹാമർ പാറ്റേൺ ഫോം ചെയ്തതിനു ശേഷം വീണ്ടും മാർക്കറ്റ് അടുത്ത ദിവസം ഓപ്പൺ ചെയ്തത് ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മേളിലേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് എങ്ങനെയാണ് നമ്മൾ ചാർട്ടിൽ പോയി ഫൈൻഡ് ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ടൈം ഫ്രെയിമുകൾ നമുക്ക് മാറ്റി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പല ടൈം ഫ്രെയിമിലും നമുക്ക് പല ക്യാൻഡിലുകളാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ലാർജ് ടൈം ഫ്രെയിമിൽ കാണുന്ന ഒരു ക്യാൻഡിലിനായിരിക്കും കൂടുതൽ കൺഫർമേഷൻ നമുക്ക് തരാൻ സാധിക്കുന്നത്. ഇത്ര മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, ഒന്ന് റീഡ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റോക്സിൻ്റെ, സിറോധയുടെ, ഫയേഴ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.